Good morning all. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമ്പാക്ഷൻ എന്നുള്ള പോർഷനിലെ ബാക്കിയുള്ള ഭാഗങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് കോമ്പാക്ഷൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, കോമ്പാക്ഷൻ കർവിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിഫറെൻറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റ്. അതിൽ നമ്മൾ സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റ് എന്താണെന്ന് പഠിച്ചു, മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റ് എന്താണെന്ന് പഠിച്ചു, പിന്നെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റ് എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഹെവി കോമ്പാക്ഷൻ ടെസ്റ്റ് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ നിങ്ങൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കൃത്യതയോടുകൂടി മനസ്സിലാക്കുക. എക്സാമിന് സാധാരണ ചോദിക്കുന്ന ഒരു പോർഷനാണ്. അതുപോലെ തന്നെ ഈ ടെസ്റ്റുകളുടെ എല്ലാം റിസൾട്ടായിട്ട് വരുന്നത് കോമ്പാക്ഷൻ കർവാണ്. കോമ്പാക്ഷൻ കർവ് നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റും മാക്സിമം ഡ്രൈ ഡെൻസിറ്റിയുമാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ബേസിക്കായിട്ട് കോമ്പാക്ഷനിൽ ഓർത്തിരിക്കണം. ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് നമ്മൾ എന്തായിരുന്നു ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? വാട്ട് ഈസ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ്? നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് the moisture content at which the soil has maximum dry density. അതാണ് എന്ത്? ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ്. ഒരു വാട്ടർ കണ്ടൻറ്റിൽ സോയിലിൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി വരുന്ന ഒരു കേസ് വരും. അതിൻ്റെ മുകളിലോട്ടും താഴോട്ടും എന്തായിരിക്കും? അതിനേക്കാളും ഡ്രൈ ഡെൻസിറ്റി കുറവായിരിക്കും. അതിനാണ് നമ്മൾ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഇതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ചെയ്യും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ്, വാട്ട് ഈസ് കൺട്രോൾ ഓഫ് കോമ്പാക്ഷൻ. കോമ്പാക്ഷനെ നമുക്കെങ്ങനെ കൺട്രോൾ ചെയ്യാം? To control soil properties in the field during earthwork construction, it is usual to specify the degree of compaction, also known as the relative compaction. This specification is usually that a certain percentage of maximum dry density as found from a laboratory test, that means light or heavy compaction, must be achieved. For example, it could be specified that field dry densities must be greater than 95% of the maximum dry density as determined from a laboratory test. Target values for the range of water content near the optimum moisture content to be adopted at the site can then be decided as shown in the figure. അപ്പോൾ കൺട്രോൾ ഓഫ് കോമ്പാക്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്, നമ്മൾ ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സോയിൽ സാമ്പിൾ എടുത്തിട്ട് ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ലബോറട്ടറി ടെസ്റ്റുകളിലൂടെ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റും അതുപോലെ തന്നെ മാക്സിമം ഡ്രൈ ഡെൻസിറ്റിയും ഫോർ എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സോയിൽ കണ്ടുപിടിക്കുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഫീൽഡിൽ എങ്ങനെ അപ്ലൈ ചെയ്യും? അപ്പോൾ നമ്മൾ ഫീൽഡിൽ അപ്ലൈ ചെയ്യുന്നത്, ഫീൽഡിൽ എത്ര കോമ്പാക്ഷൻ വേണമെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ബൈ ദി ഡിഗ്രി ഓഫ് കോമ്പാക്ഷൻ. എത്ര ഡിഗ്രി കോമ്പാക്ഷൻ വേണം ആണെന്ന് എന്ത് ചെയ്യുന്നത്? നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഡിഗ്രി ഓഫ് കോമ്പാക്ഷൻ യൂസ്ലി നോൺ ആസ് റിലേറ്റീവ് കോമ്പാക്ഷൻ. ഇപ്പോൾ ഫീൽഡിൽ നമുക്ക് ഒരു മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഒരു 20 kN/m³ കിട്ടുന്നുണ്ട്. ഫീൽഡിലെല്ലാം ലബോറട്ടറിയിൽ. അപ്പോൾ നമ്മൾ സ്പെസിഫൈ ചെയ്യും
ഫീൽഡിൽ അതിൻ്റെ ഒരു 90% അച്ചീവ് ചെയ്യണം. ആ ഫീൽഡിൽ 90% എന്ന് പറഞ്ഞാൽ 18 kN/m3 ഡ്രൈ ഡെൻസിറ്റി കിട്ടത്തക്ക വിധത്തിൽ എന്ത് ചെയ്യണം, വി ഹാവ് ടു കോമ്പാക്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, കൺട്രോൾ ഓഫ് കോമ്പാക്ഷൻ. ഫീൽഡിലുള്ള കോമ്പാക്ഷനെ നമ്മൾ കൺട്രോൾ ചെയ്യാം. എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ബൈ സ്പെസിഫൈയിങ് ദി ഡിഗ്രി ഓഫ് കോമ്പാക്ഷൻ. നമ്മൾ ഫീൽഡിൽ ഈ കോമ്പാക്ട് ചെയ്യുമ്പം അതിൽ വാട്ടർ കണ്ടൻറ്റ് ആഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വാട്ടർ കണ്ടൻറ്റ് ആഡ് ചെയ്യുന്നത് ഇൻ ദി റേഞ്ച് ഓഫ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ്. നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഫീൽഡിലുള്ള കോമ്പാക്ഷനെ നമുക്ക് കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്യുന്നത് ഈ രീതിയിലാണ്, ബൈ സ്പെസിഫൈയിങ് ദി ഡിഗ്രി ഓഫ് കോമ്പാക്ഷൻ. അപ്പോൾ അത്ര കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതാണ് അത് കാണിച്ചിട്ടുള്ളത്. നമ്മൾ വാട്ടർ കണ്ടൻറ്റിൻ്റെ ഇതാണ് നമ്മളെ കോമ്പാക്ഷൻ കർവാണ്. നമ്മൾ ഫീൽഡിൽ അച്ചീവ് ടാർഗറ്റ് റേഞ്ചാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. വാട്ടർ കണ്ടൻറ്റിൻ്റെയും ഡ്രൈ ഡെൻസിറ്റിൻ്റെയും ഈ ഒരു 95% കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൽ നമുക്ക് എന്ത് ചെയ്യണം, അച്ചീവ് ചെയ്യണം. അതാണ് കോമ്പാക്ഷൻ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. For this reason, it is important to have a good control over moisture content during compaction of soil layers in the field. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കോമ്പാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് മോയ്സ്ചർ കണ്ടൻറ്റിൽ ഒരു കൺട്രോൾ വേണം. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഡ്രൈ ഡെൻസിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഡ്രൈ ഡെൻസിറ്റി എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മോയ്സ്ചർ കണ്ടൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ആ ഗ്രാഫിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ കൺട്രോള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോൾ നമ്മൾ കോമ്പാക്ഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ. അപ്പോൾ ഇറ്റ് ഈസ് ദെൻ അപ്പ് ടു ദി ഫീൽഡ് കോൺട്രാക്ടർ to select the thickness of each soil lift, that is layer of soil added, and the type of field equipment in order to achieve specified amount of compaction. അപ്പോൾ ഏത് തരം എക്യുപ്മെൻ്റാണ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ എത്ര ലെയർ സോയിലായിട്ടാണ് ഇത് കോമ്പാക്ട് ചെയ്യുന്നത്, ഇതെല്ലാം തീരുമാനിക്കുന്നത് എന്താണ്, കോൺട്രാക്ടറാണ്. എന്തിന് ബേസ് ചെയ്തിട്ട്? നമ്മളെ ടാർഗറ്റ് കോമ്പാക്ഷൻ ഡിഗ്രി ഓഫ് കോമ്പാക്ഷനെ ബേസ് ചെയ്തിട്ട്. The standard of field compaction is usually controlled through either end product specification or method specification. അപ്പോൾ ഫീൽഡ് കോമ്പാക്ഷൻ നമ്മൾ സാധാരണ കൺട്രോൾ ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ സാധാരണ കൺട്രോൾ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്നെങ്കിൽ നമ്മൾ end product specify ചെയ്യുന്നുണ്ട്, that is called end product specification. Second one, method specification. End product specifications. In end product specification, the required field dry density is specified as a percentage of the laboratory maximum dry density. അപ്പോൾ എൻഡ് പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷൻ നമ്മൾ പറയുന്നത്, നമ്മൾ ലാസ്റ്റ് എൻഡ് പ്രൊഡക്റ്റ് ഇന്നതായിരിക്കണം. അതാണ് നമ്മൾ എൻഡ് പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് കോമ്പാക്ട് ചെയ്യുന്ന നമ്മളെ ഫീൽഡിലുള്ള സോയില്, അത് നമ്മൾ ലബോറട്ടറിയിൽ കിട്ടിയിട്ടുള്ള മാക്സിമം ഡ്രൈ ഡെൻസിറ്റിൻ്റെ ഇത്ര ഒരു ശതമാനമായിരിക്കണം. സാധാരണ 90-95% അച്ചീവ് ചെയ്യണം എന്ന് പറയുന്ന രീതിയിലായിരിക്കും എന്ത് എൻഡ് പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷൻ പറയുന്നത്. The target parameters are specified based upon laboratory result. ലബോറട്ടറി റിസൾട്ടിൻ്റെ ബേസ് ചെയ്തിട്ടാണ് എന്താ പറയുന്നത്, നമ്മൾ ടാർഗറ്റ് പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. The field water content working range is usually within ±2% of laboratory optimum moisture content. ലബോറട്ടറിയിൽ കിട്ടിയിട്ടുള്ള ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് +or -2% ആയിരിക്കും എന്താ നമ്മൾ ഫീൽഡിൽ ഉപയോഗിക്കുന്ന
വാട്ടർ കണ്ടന്റ്. ഇനി റിലേറ്റീവ് കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അച്ചീവ്ഡ് ഫീൽഡ് ഡ്രൈ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ ലാബോറട്ടറി മാക്സിമം ഡ്രൈ ഡെൻസിറ്റി. അതാണ് റിലേറ്റീവ് കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഫീൽഡിൽ എത്ര അച്ചീവ് ചെയ്തു ഡിവൈഡഡ് ബൈ ലബോറട്ടറിയിൽ മാക്സിമം അച്ചീവ് ചെയ്തിട്ടുള്ള ഡ്രൈ ഡെൻസിറ്റി. ഇതാണ് എന്താ റിലേറ്റീവ് കോമ്പാക്ഷൻ. ഇനി മെത്തേഡ് സ്പെസിഫിക്കേഷൻ വഴി എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ്സ്. എ പ്രൊസീജിയർ ഫോർ ദിസ് സൈറ്റ് ഈസ് സ്പെസിഫൈഡ് ആസ് ഗിവൻ. അപ്പോൾ മെത്തേഡ് സ്പെസിഫിക്കേഷൻ പറഞ്ഞാൽ ഏത് മെത്തേഡിലാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ രീതി നമ്മൾ എന്ത് ചെയ്യും? സ്പെസിഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് ടാർഗറ്റ് ലെവൽ എന്ത് ചെയ്യാൻ പറ്റും? അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം ടൈപ്പ് ആൻഡ് വെയിറ്റ് ഓഫ് ദി കോമ്പാക്ഷൻ എക്യുപ്മെൻറ്റ്, നമ്മൾ ഉപയോഗിക്കേണ്ട, നമ്മൾ ഫീൽഡിൽ ഉപയോഗിക്കേണ്ട ഏത് ടൈപ്പ് കോമ്പാക്ടറാണ്, അതുപോലെ തന്നെ അതിൻ്റെ വെയിറ്റ് ഇത്രയാണ്, ഇത് നമ്മൾ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യും. പിന്നെ മാക്സിമം സോയിൽ തിക്നെസ്, നമ്മൾ ഓരോ ലെയറായിട്ടാണ് എന്ത് ചെയ്യുക? കോമ്പാക്ട് ചെയ്യുക. അപ്പോൾ ഓരോ ലെയറിൻ്റെയും മാക്സിമം തിക്നെസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് പാസസ് ഫോർ ഈച്ച് ലെയർ, ഓരോന്നിനും പാസ് ചെയ്യേണ്ട കോമ്പാക്ടറിൻ്റെ ഓരോന്നിനും പാസ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്പെസിഫൈ ചെയ്യും. They are useful for large projects. This require a prior knowledge of working with the borrow soils to be used. അപ്പോൾ നമുക്ക് മെത്തേഡ് സ്പെസിഫിക്കേഷന് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബോറോ സോയിൽസ് ഉണ്ടാവും. ഒരു കുഴിയിൽ നിന്ന് എടുത്തിട്ട് വേറെ സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ സാധാരണ കോമ്പാക്ഷനൊക്കെ ചെയ്യുന്നുണ്ടാവാം. ബോറോ സോയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു കുഴിയിൽ നിന്ന് എടുത്ത് വേറെയിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സോയിൽസിനാണ് എന്ത് പറയുന്നത്? ബോറോ സോയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ബോറോ സോയിൽസ് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഏത് തരം മെത്തേഡാണ് അതിൽ ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഫീൽഡ് കോമ്പാക്റ്റിംഗ് എക്യുപ്മെൻറ്റ്സിനെ കുറിച്ചാണ്. സാധാരണ സ്മൂത്ത് സ്റ്റീൽ ഡ്രം റോളേഴ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഓർ വൈബ്രേറ്റ്, രണ്ട് ടൈപ്പ് ഉണ്ട്. നമ്മൾ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് വെൽ ഗ്രേഡഡ് സാൻഡ് ഗ്രാവൽ, ക്രഷ്ഡ് റോക്ക് അസ്ഫാൾട്ട്, ഇതിലൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സ്മൂത്ത് സ്റ്റീൽ ഡ്രം റോളേഴ്സാണ് നമ്മൾ സാധാരണ കോമ്പാക്ഷന് ഉപയോഗിക്കുന്നത്. നിങ്ങളെല്ലാം കണ്ടിട്ട് റോഡ് പണിക്കൊക്കെ നമ്മൾ സാധാരണ കാണുന്നതാണ്. ഇപ്പോൾ യൂണിഫോം സാൻഡ്, സിൽറ്റി സാൻഡ്സ്, സോഫ്റ്റ് ക്ലേസിലൊന്നും സ്യൂട്ടബിൾ അല്ല. ന്യൂമാറ്റിക് ടയർഡ് റോളേഴ്സ് ഉണ്ട്. മോസ്റ്റ് കോഴ്സ് ആൻഡ് ഫൈൻ സോയിൽസിൽ ന്യൂമാറ്റിക് ഇത് ഉപയോഗിക്കും. വെരി സോഫ്റ്റ് ക്ലേസിൽ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ, ലീസ്റ്റ് സ്യൂട്ടബിൾ ആണ്. ഷീപ്പ് ഫുഡ് റോളേഴ്സ്, ഫൈൻ ഗ്രെയിൻ സോയിൽ, സാൻഡ്സ് ആൻഡ് ഗ്രാവൽസ് വിത്ത് ഗ്രേറ്റർ ദാൻ 20% ഫൈൻസ് കൂടുതലുള്ളത് നമ്മൾ ഷീപ്പ് ഫുഡ് റോളേഴ്സ് മോസ്റ്റ് സ്യൂട്ടബിൾ ആണ്. യൂണിഫോം ഗ്രാവൽ, വെരി കോഴ്സ് സോയിൽസ്, ഇതിലെല്ലാം എന്താണ്? ഇറ്റ് ഈസ് ലീസ്റ്റ് സ്യൂട്ടബിൾ ആണ്. ഗ്രിഡ് റോളേഴ്സ് ഉപയോഗിക്കുന്നത് വെതേർഡ് റോക്കിൽ ഉപയോഗിക്കുന്നുണ്ട്, വെൽ ഗ്രേഡഡ് കോഴ്സ് സോയിൽസിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ യൂണിഫോം മെറ്റീരിയൽസ്, സിൽറ്റി ക്ലേസിൽ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ. വൈബ്രേറ്റിംഗ് പ്ലേറ്റ്സ്, കോഴ്സ് സോയിൽ വിത്ത് 4 to 8% ഫൈൻസ്, അവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത്, വൈബ്രേറ്റിംഗ് പ്ലേറ്റ്സ് ഉപയോഗിക്കുന്നത്. പിന്നെ ടാമ്പേഴ്സ് ആൻഡ് റാമേഴ്സ്, സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് ടാമ്പേഴ്സ് ആൻഡ് റാമേഴ്സ് അത് ഉപയോഗിക്കുന്നത്. സോ ഓൾ ടൈപ്പ് ഓഫ് സോയിൽസിന് അത് സ്യൂട്ടബിൾ ആണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതുവരെ നമ്മൾ ഈ 3 ലെക്ചറിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ കോമ്പാക്ഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള 1-2 പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ചെയ്യുന്നതാണ്. ഇനി ആ പ്രോബ്ലം കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലോപ്പ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 3-4 ക്ലാസ് കൂടി നമുക്ക് നമ്മുടെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം? ലെക്ചറൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കരുത്. നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക, വിളിക്കുകയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം.
അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ബിഗ് താങ്ക്സ്.